പിന്നെ നവരസം ചെയ്യിപ്പിച്ച ആളല്ലേ. സുഖമായിട്ടിരിക്കണോ? കല്യാണമൊക്കെ കഴിഞ്ഞ അടിപൊളിയായിട്ട് എല്ലാം നന്നായി. സന്തോഷം. എന്താ മുടി മുറിച്ചേ? മുടി മുറിച്ചത് എന്തോ ഒരു മൂവിയുടെ ആവശ്യത്തിന് വേണ്ടി മുറിച്ചതായിരുന്നു. കുറച്ചായി, പക്ഷെ ഇപ്പൊ വളരുന്നില്ല. ചേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മുടിമ തന്നെ തൊട്ട് കളിക്കുന്ന വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? സിനിമ നമ്മൾ അറിയാതെ സിനിമയെ സ്നേഹിച്ചു പോയപ്പോ മുടി മുറിച്ചു. അപ്പൊ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ടാണ്. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ഏതൊക്കെ വരാനിരിക്കുന്ന പുതിയ പ്രൊജക്ടുകള്? വരാനിരിക്കണ മലയാളത്തില് ഒന്നും വരുന്നില്ല. തമിഴിലാണ് ഇപ്പൊ കുറച്ച് ചെയ്തോണ്ടിരിക്കുന്നത്. മലയാളത്തിലെ അവസരങ്ങൾ കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അറിയില്ല, വിളിക്കുന്നില്ല. എന്തെങ്കിലും നല്ല നല്ല കഥാപാത്രങ്ങളെ തേടി വരട്ടെ വരട്ടെ വിചാരിക്കുകയാണ്, വിശ്വസിക്കുകയാണ്, അതിനുവേണ്ടി പ്രതീക്ഷിക്കുകയാണ്. ആൻഡ് എന്താണ് ഇന്നത്തെ ഇപ്പോഴത്തെ വിശേഷങ്ങളൊന്ന് പറഞ്ഞു? ഇവിടുത്തെ വിശേഷം അതാ, നമ്മള് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് ഒരു 4-5 മണിക്കൂർ ഹാപ്പി ആയിട്ട് ഇരിക്കാനാണ് വന്നിരിക്കണേ. അതാ ഞാൻ എന്റെ കണ്ണുകൾ ഇങ്ങനെ പോണുണ്ടോ, എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഹായ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷത്തിന് ശേഷം ജനറൽ ബോഡിയിൽ എല്ലാവരെയും കാണുകയാണ്. അപ്പം സന്തോഷം. ഞാനിപ്പോൾ 2 സിനിമകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം അധ്യായം 1 എന്ന് പറഞ്ഞ ഒരു സിനിമ, പിന്നെ തമിഴിലൊരു സിനിമ ചെയ്യുന്നു, ഡ്രൈവർ എന്നുള്ള പേര്. അങ്ങനെ പോകുന്നു. ഇപ്പം എത്രാമത്തെ ജനറൽ ബോഡിയാണ് കൂടുന്നത്? ഞാൻ തുടക്കം തൊട്ടേ ഉണ്ട്. തുടക്കം തൊട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു അമ്മ രൂപീകരിച്ചതിന് ശേഷം 2ാമത്തെ വർഷം തൊട്ട് ഞാനുണ്ട്. എന്താണ് ഓരോ തവണ വരുമ്പോഴത്തേക്ക് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഫാക്ടേഴ്സ്? ഇത് ശരിക്കും ഞങ്ങളുടെ ഒരു കുടുംബ സംഘമാണല്ലോ. കാരണം ഞങ്ങൾ പലപ്പോഴും പല സെറ്റുകളിലും ചില ആളുകൾ നമ്മൾ ഉണ്ടാവാറുണ്ട്, കുറച്ച് പേര്. പക്ഷെ എല്ലാവരെയും കൂടെ നമുക്കിങ്ങനെ ഒത്തുകിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു തറവാട്ടി പോകുന്നതിന്റെ ഒരു സുഖമുണ്ട്. ഫാമിലിയുള്ള എല്ലാവരെയും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ്. അപ്പം ഫാമിലി മീറ്റപ്പിന് ശേഷം അടുത്ത ജനറൽ ബോഡിയാണ്. ഇതിനെല്ലാം നമ്മളിപ്പം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഇപ്പം അഡോപ്റ്റ് കമ്മിറ്റിയാണ്. അപ്പൊ അഡോപ്റ്റ് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് എങ്ങനെ വിലയിരുത്തുന്നു? വളരെ എഫിഷ്യൻ്റ് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ചില സംഭവ വികാസങ്ങളൊക്കെ ഇടയിൽ ഉണ്ടായെങ്കിലും അമ്മയുടെ നടത്തിപ്പിനെയോ അല്ലെങ്കിൽ അംഗങ്ങളുടെ മറ്റു ക്ഷേമകാര്യങ്ങളിലോ ഒരു തടസ്സവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ എന്താ പറയുക, സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റി നമ്മുടെ പിറകിലുണ്ട്. റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട അമ്മ വന്നിട്ടുണ്ട്. അമ്മ നമസ്കാരം. നമസ്കാരം. എന്റെ പേരറിയോ? ശ്രീദേവി ഉണ്ടി. അറിയാലോ, പക്ഷെ പേര് പറയുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും സുഖവും സന്തോഷവും തരുന്ന ഒരു അമ്മ എന്നുള്ള ക്യാരക്ടർ. കാരണം നമ്മൾ ഇന്ന് അമ്മയുടെ അല്ലേ ഒരു സ്നേഹത്തിനും സന്തോഷത്തിനും വേണ്ടി വന്നിരിക്കുകയാണ്. അമ്മ എന്ന് വിളിക്കുന്നത് തന്നെയല്ലേ അമ്മയാണ് ഞാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിളി അമ്മയാണ്. അപ്പൊ ഞാൻ തെറ്റിയിട്ടില്ല. ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ, എങ്ങനെ ഇങ്ങനെ സുന്ദരിയായിട്ട് ഇരിക്കുന്നത്? ഈ ഒരു നിങ്ങളെ പോലെ ഉള്ളവരാണ് എന്നെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്. സത്യം ഞാൻ പറയാം, വേറെ ആരുമല്ല. ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കും, അതൊക്കെയാണ് എന്റെ ടോണിക്ക്. ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാതെ ഇങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടരുത്. എന്നാലും പറയാം, എങ്ങനെ ഈ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, ഞാൻ സന്തോഷമായിട്ട് ഇങ്ങനെ നടക്കും, അത്രേ ഉള്ളൂ. മനസ്സിൽ വേറെ ഒന്നുമില്ല. സന്തോഷം ജസ്റ്റ് ജീവിതം ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞത് കൊണ്ടാണ് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതെ, ഇത്രേ ഉള്ളൂ. നമ്മളുള്ള ഓരോ ദിവസം എല്ലാ കിട്ടുന്ന ഓരോ മിനിറ്റും നമ്മുടെ ഇൻസെന്റീവ് ആണെന്ന് മാത്രം വിചാരിച്ചിട്ട് അങ്ങ് കഴിയുക. അടിപൊളി. അപ്പൊ എത്ര ഗംഭീരവും. ഇൻവെസ്റ്റ്മെന്റ് അല്ലേ ഏറ്റവും ഏറ്റവും സന്തോഷം. മാത്രമേ നമ്മള് ഇപ്പൊ കിട്ടിയത് ഇപ്പൊ അതാണ്. ഞാൻ ഈ ഭഗവത്ഗീത ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതിൽ യദൃച്ഛാ ലാഭസന്തുഷ്ട എന്ന് പറയണത് യാദൃശ്ചികമായി എന്തൊക്കെ കിട്ടണോ അതൊക്കെ തൻ്റെ ലാഭമാണ് എന്നുണ്ട അവനാണ് സന്തുഷ്ടൻ. അയ്യോ, ഭയങ്കര രസമായിട്ട് ഇങ്ങനെ അതാണ് നമുക്ക് എന്ത് കിട്ടുമ്പോഴും അതിന് സന്തുഷ്ടരാകുമ്പോൾ നമ്മളാണ് സന്തുഷ്ടന്മാർ. സന്തുഷ്ടര് ഇതിലും വലിയ വാക്കുകളില്ല അല്ലേ? അല്ല അത് ഇല്ല കേട്ടോ. അതൊക്കെ പണ്ട് ഇവര് എഴുതി തന്നിട്ടുള്ളല്ലേ, വ്യാസമുനിയൊക്കെ. അപ്പം പറയുമ്പോ യദൃച്ഛ്യ ലാഭ സന്തുഷ്ട. സന്തോഷം. ഞാൻ സുന്ദരി എന്ന് പറഞ്ഞ പറഞ്ഞില്ല. ഒന്ന് തിരികെ ഒന്ന് സൈഡ് തിരിഞ്ഞ് ഞങ്ങൾ തലയിൽ വെച്ചങ്ങനെ പൂവൊക്കെ നോട്ടോ. നോക്കൂ എന്ത് ഭംഗിയായിട്ട് എന്ത് സുന്ദരിയായിട്ട് ഒരുങ്ങി വന്നിട്ടില്ല. അപ്പൊ ഞാൻ സുന്ദരി എന്ന് വിളിച്ചാൽ യാതൊരു തെറ്റുമില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പൊ ഒരുപാട് സന്തോഷം അമ്മ. വളരെ സന്തോഷം. നിങ്ങളുടെ മാതിരിയുള്ള മക്കള് എന്നെ ഇങ്ങനെയൊക്കെ സംബോധന ചെയ്യുമ്പോഴോ അതാണ് എൻ്റെ രഹസ്യം. അതൊരു കാര്യം അറിയോ, ഞാനൊക്കെ വളർന്നു വരുന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ അമ്മമാര് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമുണ്ട്. മകളെപ്പോലെ ആയിരിക്കണം ഒരു പെൺകുട്ടി. അത്രയും മുടിയും ആ ഒരു ഭംഗിയും ആ ഒരു സൗന്ദര്യത്തിന് പകരം വെക്കാൻ വേറെ ഒന്നും ഇല്ല എന്ന് കേട്ട് വളർന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. അപ്പൊ ആ മകളുടെ അമ്മ തീർച്ചയായിട്ടും അതിലും സുന്ദരിയായിരിക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയോ. അപ്പം ഒരുപാട് സന്തോഷമാണ്. സോ നമ്മളുടെ അമ്മ 31st ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഓരോ ആൾക്കാരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് താരങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരു അതിഥിയും കൂടെ ജോയിൻ ചെയ്യാണ്. സോ വെൽക്കം. നമസ്കാരം.
ഹൗ ഡു ഫീൽ? എന്താണ് പറയാനുള്ളത് ഈ ഒരു മൊമെന്റിൽ? അമ്മയുടെ എന്ന് മാത്രമല്ല, ഏതൊരു സംഘടനയുടെ മുന്നിൽ നിൽക്കേണ്ടവരും മുന്നിൽ തന്നെ നിൽക്കണം. അമ്മയുടെ മുന്നിൽ നിൽക്കുന്നത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. അവർക്കാണ് അമ്മേനെ നയിക്കാനാവുള്ളൂ. അതിൽ എന്നെപ്പോലുള്ള ഒരു മെമ്പർഷിപ്പ് എടുത്തപ്പോഴൊന്നും ഈ അമ്മ ഇങ്ങനെ വളരുന്നതെന്ന് വിചാരിച്ചെടുത്തതല്ല ഇത്. അപ്പോൾ എല്ലാ നല്ല കാര്യങ്ങളും, എല്ലാ നന്മയും ഈ അമ്മയുടെ ഭരണാധികാരികൾക്ക് ഉണ്ടാകട്ടെ, അമ്മയിലെ അംഗങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഓ സന്തോഷം. അപ്പം എന്തൊക്കെയാണ് പുതിയ പ്രതീക്ഷകൾ? എന്തൊക്കെയാണ്? എല്ലാം പുതിയ പ്രതീക്ഷകളും ഉണ്ട്. ഇപ്പോൾ എനിക്ക് എന്നെപ്പോലുള്ള കുറച്ചധികം ആൾക്കാർക്ക് മെഡിസിൻ പോലും അമ്മയാണ് വീട്ടിലെത്തിക്കുന്നത്. പിന്നെ കൃത്യമായി കൈനീട്ടം കിട്ടുന്നു. അപ്പോൾ പിന്നെയും പ്രതീക്ഷകളുണ്ട്. നമ്മൾ കേട്ടതും കണ്ടതിനും ഒക്കെ പുറമെ അല്ലേ ഈ സംഘടന ഉണ്ടാവുന്ന ഇങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല. ഞങ്ങളെ ഇങ്ങനെയൊക്കെ നോക്കുമെന്നും സംരക്ഷിക്കുമെന്നും ഇടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുന്നു. മരുന്ന് കിട്ടിയോ, മരുന്ന് അയച്ചിട്ടുണ്ട്, അത്ര അധികം വലിയ റെസ്പോൺസാണ് കിട്ടുന്നത്. അപ്പോൾ അത് അവർക്കൊക്കെ നന്മ വരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്, ആശംസിക്കുക. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയും അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. താങ്ക് യു വെരി മച്ച്. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Torupura.